ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് ചേട്ടന്റെ വീട്ടിലോട്ട് പോവാണ്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെ മോന്റെ വീട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് പോണത്. നമ്മൾ രാവിലെ പോയായിരുന്നു, പക്ഷേ എന്നെ കൊണ്ടാക്കിയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനെ കാണാനില്ല. അപ്പോൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് അറിയണേ കാറിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന്. കാറ് ലോക്കിടാതെ കിടന്നത് കാരണം നമുക്ക് അകത്ത് കയറിയിരിക്കാൻ പറ്റി. പിന്നെ വാവ അകത്ത് കയറിയതും ഉറങ്ങിപ്പോയി. പിന്നെ അവളെ അവിടെ കിടത്തിയിട്ട് ഞാനും കുറച്ച് നേരം അതിൻ്റെ അകത്തിരുന്നു. നമ്മൾ ഇരുന്ന സമയത്തേക്കും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ ഫാമിലി എല്ലാവരും വന്നായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അവിടെ താഴോട്ട് പോവാതിരുന്നാലും മോശമല്ലേ. അങ്ങനെ ചേട്ടനെ വിളിച്ച് വാവനെ എടുത്തുകൊണ്ട് നമ്മൾ പോയി. അപ്പോഴത്തേനും അവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയായിരുന്നു. ഇനി അകത്ത് പോയാൽ വാവ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് തന്നെയായിരുന്നു സ്റ്റേ ചെയ്തത്. പക്ഷേ കണ്ണടച്ച് തുറക്കണതിന് മുന്നേ ഞാൻ പോയിട്ട് വന്നതും അവിടെ മറ്റേ പലഹാരം കൊടുക്കണതും എല്ലാം കഴിഞ്ഞ്. എനിക്ക് ഈ വളകാപ്പില്ലായിരുന്നത് കൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഇവർ വെളിയിൽ വന്ന് ഫുഡൊക്കെ കഴിക്കണ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് അധിക നേരം ഇരിക്കാനൊന്നും നിന്നില്ല, അവരെല്ലാവരും പോയി. ഇതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ചേച്ചി പറയണേ ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് അന്ന് ക്യാമറയും കൊണ്ടുപോയില്ല. പിന്നെ എൻ്റെ ഫോണിൽ തന്നെയാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. അത് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കാവേ. ആ ദിവസം തന്നെ വൈകിട്ട് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വീട്ടിൽ പോയിട്ട് രാത്രി ഫംഗ്ഷനും പോയി. പതിവ് പോലെ അവിടെ എത്തിയപ്പോൾ ഫംഗ്ഷന് കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, അവനെ കണ്ടു, ഫോട്ടോ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളും അവിടെ നിന്ന് ഇറങ്ങാറായി. പിന്നെ ഇവക്കുട്ടിക്ക് അവിടെ ചെന്നപ്പോൾ ബലൂണൊക്കെ കണ്ടപ്പോൾ ഇനി അവൾക്ക് അതൊക്കെ എടുത്ത് വെച്ച് കളിക്കണം, അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം. അവളെ കുറച്ച് നേരം നമ്മളവിടെ വിട്ടിരുന്നു. അതിനുശേഷം പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അധികം ലേറ്റ് ആവാനൊന്നും നിന്നില്ല. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.